ഹലോ ഗൈസ്, നമ്മൾ മാത്സ് പരീക്ഷയുടെ റിവ്യൂവിനാണ് വന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പരീക്ഷ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അത്ര നല്ല പരീക്ഷ അല്ലായിരുന്നു, അത്യാവശ്യം ബാഡായിരുന്നു. പിന്നെ സമയം കിട്ടിയിട്ടുണ്ടായില്ല. ഒരു ക്വസ്റ്റ്യനൊക്കെ വെച്ച് ഞാൻ ഇരിപ്പുണ്ട്. ഈ ഒരു ഗ്രാഫ് ഉണ്ടായില്ലേ, അതെനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഓൺ ടു മറ്റേ 1 ഓൺ ടു കണ്ടുപിടിക്കുന്നത് ഞാനവിടെ കുത്തിരുന്നു, ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. കാരണം ഞാൻ പഠിച്ചു പോയ മെത്തേഡൊന്നും അല്ല വന്നത്. ക്വസ്റ്റ്യനിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ മോഡലിന് ചേട്ടൻ എന്താ ഇട്ടത്, പബ്ലിക്കിന് എന്താ ഇടുന്നത്, ലേശം എല്ലാ വർഷവും ഇങ്ങനെയാണല്ലോ. മാത്സ് എനിക്ക് വൻ ബോറായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത്യാവശ്യം പഠിച്ചു. 4 ദിവസം ഉണ്ടായിരുന്നു, 2 ദിവസം ഞാൻ പഠിച്ചത്. 2 ദിവസം സ്വാഭാവികം, 2 ദിവസം ഞാൻ പഠിച്ചത്. പക്ഷെ പഠിച്ചത് ഞാൻ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻ്റഗ്രൽസ് ആയിരുന്നു കൂടുതൽ അധികം നോക്കാഞ്ഞത്. അത് മറ്റേ മെയിൻ മാത്രം പഠിച്ചിട്ട് ഇൻ്റഗ്രൽസ് അധികം അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം എല്ലാം കൂടി മിക്സ് ആവുന്ന നല്ലത് അറിയുന്നത് മര്യാദയ്ക്ക് പഠിക്കുന്നത് വിചാരിച്ചു. ഇൻ്റഗ്രൽസ് മാത്രമാണ് ഞാൻ അത്യാവശ്യം വിട്ടിരുന്നത്, ബാക്കിയെല്ലാം കുഴപ്പമുണ്ടായില്ല. പക്ഷേ പേപ്പർ വായിച്ചപ്പോഴും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. പേപ്പർ വായിച്ചപ്പോഴും ഞാൻ സെറ്റ് തകർക്കും. ഞാൻ ആ രീതിക്കായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീർന്നു, കത്തിക്കലെല്ലാം തീർന്നു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ മെട്രിക്സ് വരെ ഞാൻ തെറ്റിച്ചു. കഴിവേറി. മെട്രിക്സ് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് മിക്കവർക്കും വേറെ വേറെ ഉത്തരങ്ങളാണ് കിട്ടിയേക്കുന്നത്. മെട്രിക്സ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ചെയ്തപ്പോൾ എന്തോ പറ്റി. നിങ്ങൾക്ക് എന്തോ ഉത്തരം കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊക്കെ മാത്സ് എങ്ങനെയുണ്ടായിരുന്നു പറയുക. പിന്നെ നിങ്ങളുടെ പരീക്ഷയിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, കഴിയാറായോ? മാത്സ് കഴിയാറായതിൻ്റെ മീൻസ് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എനിക്ക് ടഫായിരുന്നു. എനിക്ക് സമയവും കുറവായിരുന്നു. മീൻസ് എനിക്ക് സമയം ഓൾറെഡി അരമണിക്കൂറുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം അത്രയും നേരം എനിക്ക് എടുത്തു. എനിക്ക് നല്ല സമയം വേണ്ടി വന്നു. എനിക്ക് സമയം തികഞ്ഞില്ലായിരുന്നു. ഓവറോൾ ബാഡായിരുന്നു. എനിക്ക് ബാഡായിരുന്നു. എനിക്ക് നല്ല ബാഡായിരുന്നു. ഞാനൊന്ന് കരഞ്ഞാലെന്ന് ആലോചിച്ചു. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും പണ്ട് കാര്യമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി 100% വിജയം. എന്തെങ്കിലും നല്ല മാർക്ക് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ മാത്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിധം ടെൻഷനൊക്കെ കഴിഞ്ഞു. +2 കഴിയാറായി. ഇംഗ്ലീഷും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. സമാധാനമുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് സമാധാനം എനിക്ക് ഉണ്ടെങ്കിലും മാത്സ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഒരു സങ്കടമുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ബെറ്റർ റിസൾട്ടിനായിട്ട് കാത്തിരിക്കാം. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെപ്പോലെ തന്നെ ആയിരുന്നോ അതോ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.